നമുക്ക് നാളെ വൈകിട്ട് കവലയിലെ കൂടാ. പൊട്ടിക്കാൻ പറയാം. ശരി ശരി ശരി. കഴിഞ്ഞു. പോവാ. എവിടെ പെരെ പോവല്ലേ? മുദ്രാവാക്യം വിളി തീർന്നു എന്നാ പറഞ്ഞ ഞാൻ. അത് കേട്ടിട്ട് കിടക്കാൻ നല്ല സുഖേന് സാറേ. ആഹാ, എന്നാ ഞാൻ അവിടുത്തെ ജനറേറ്റർ ഓൺ ചെയ്ത് തരാം. കിടന്ന് ഉറങ്ങിക്കോ. സാറിന്റെ തമാശ. അല്ല സാറേ, എനിക്കൊരു സംശയം. ഇവരെന്തിനാ നമ്മൾ ഓഫീസിന്റെ പടിക്കൽ വന്നിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്? ഈ പറഞ്ഞ സ്ഥലത്ത് ബീവറേജ് കോർപ്പറേഷൻ അനുവദിക്കൂലാണ് നമ്മൾ മുന്നോട്ട് റിപ്പോർട്ട് കൊടുത്തതല്ലേ? ഈ ബീവറേജ് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന 1 മിസ്റ്റർ രാമചന്ദ്രൻ ഉണ്ടല്ലോ, രാമേന്ദ്രേ, ഇയാള് മുകളിൽ നല്ല പിടി പിടിച്ചു. എന്ത് കൊടുത്തു? കാശിറക്കി കളിച്ചു. അങ്ങനെയാണ് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് വീണ്ടും ഈ എന്താന്നപ്പോ ഈ തറയമുക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ സാറേ, ആ മുമ്പിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച തടിയനുണ്ടല്ലോ, അയാള് നല്ല മുഴു കുടിയനാന്നേ, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. സാറിനും അറിയാം. ഒരുമിച്ച് കൂടിയിട്ടുള്ളതാ. നമസ്കാരം നമസ്കാരം. അത് സാറേ, എനിക്കൊരു കാര്യം അറിയണം. ഇത് എക്സൈസ് ഓഫീസാണോ അല്ലയോ? എന്തൊക്കെ ഇത്ര സംശയം? നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കണ കാണുന്നില്ലേ? പുറത്ത് ബോർഡും വെച്ചിട്ടുണ്ട്. യൂണിഫോം ഇട്ടത് കൊണ്ടും പുറത്ത് ബോർഡ് വെച്ചത് കൊണ്ടും ഇത് എക്സൈസ് ഓഫീസ് ആവണമെന്നില്ല. പിന്നെ എന്താ ഇവിടെ ഞങ്ങൾ മാറ്റി നടത്തണം? നിങ്ങൾ ശബ്ദത്തിൽ സംസാരിക്കണ്ട. നിങ്ങൾ ആരോടാ സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആണ്. മണ്ഡലം പ്രസിഡന്റ്. എനിക്കറിയേണ്ടത് ഇത് എക്സൈസ് ഓഫീസ് ആണോ അല്ലയോ? ഞങ്ങളുടെ ഒരു വിശ്വാസവും ധാരണയും വെച്ചത് എക്സൈസ് ഓഫീസ് ആണ്. നാട്ടിലാകെ കള്ളവാറ്റ് പെരുകിയിരിക്കുകയാണ്. ഒരുത്തനെങ്കിലും നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? അതിന് ആരെങ്കിലും നമ്മളെ മുന്നിൽ വന്ന് ചാടണ്ടേ? എന്നാലല്ലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ വന്ന് ചാടുന്ന ആളുകളെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. നിങ്ങൾ ചാടിക്കണം. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാൻ ഇവിടുന്ന് ചാടിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. കാണണോ? വിളിക്കണം ഞാൻ വകുപ്പ് മന്ത്രിയെ. മന്ത്രിയെ വിളിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല. വിദേശ പര്യടനത്തില. പക്ഷേ നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു തരം പിടിച്ചിരിക്കണം. ചാരായ മാറിയിട്ട് നാട്ടിലൂടെ നടക്കാൻ വയ്യ. അത് ഈ നാടിന്റെ മാത്രം പ്രശ്നമല്ല സാറേ, ആഗോളതലത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റാ. എന്ത് മാറ്റം? നാറ്റമല്ല, മാറ്റം. മാറ്റം. നിങ്ങൾ ജോൺ എലിയറ്റിന്റെ ഹോൾ ഡയറി വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഫെർണാണ്ടോ ഡിക്രൂസയുടെ വിയറ്റ്നാം കോളനി ഞാൻ വായിച്ചിട്ടില്ല. ആന്റണി മൂറിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഞാൻ ഒന്നും വായിക്കാറില്ല. ഇതിലൊക്കെ മദ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാവ് യു ഹാഡ് അബൌട്ട് വൈറ്റ് ലിക്കർ? അറിയില്ല അറിയില്ല അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയണ്ട. ഞാൻ ഇപ്പോൾ പോകുന്നു. ഞാൻ നാളെ വരും. നാളെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാറ്റുകാരനെങ്കിലും കണ്ടില്ലെങ്കിൽ ഞാൻ വകുപ്പ് മന്ത്രിയെ വിളിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വിളിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യമില്ലാത്തത്? നിങ്ങളാണ് തീരുമാനിക്കാൻ. വിദേശത്തുനിന്ന് ഈ അടുത്തൊന്നും വരൂല. മന്ത്രി വിദേശ പര്യടനത്തില. അത് ഞാൻ കാണിച്ചു തരാം. സാർ ഈ പറഞ്ഞ പുസ്തകമൊക്കെ സാർ വായിച്ചിട്ടുണ്ടോ? ഏത് പുസ്തകം? ഇപ്പൊ കൊറേ ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞില്ലേ ബുക്കിന്റെ? സിനിമല്ലേ? ഏത് പുസ്തകം? വിയറ്റ്നാം കോളനി. ഹൗ ഓൾഡ് ആർ യു? ക്രിസ്ത്യൻ ബ്രദേഴ്സ്. സാറിന് ഭയങ്കര ബുദ്ധിയാണ്. ഈ ജാതി പണി കൊടുക്കണം ഈ വക സാധനങ്ങൾക്ക്.